ഹലോ ഫ്രണ്ട്സ്, +1 ഫിസിക്സ് ചാപ്റ്റർ 5 വർക്ക് എനർജി പവറിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ 3 ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. ഒന്ന് ഹൂക്സ് ലോ, മറ്റൊന്ന് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്, ദെൻ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് ആൻ ഓസിലേറ്റിംഗ് സ്പ്രിംഗ്. ഓക്കെ, ഓഫ് ആൻ ഓസിലേറ്റിംഗ് സ്പ്രിംഗ്. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഈ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആയിട്ട് പഠിക്കാനുള്ളതാണ് ഹൂക്സ് ലോ. ഹൂക്സ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഹൂക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ ആൻ ഐഡിയൽ സ്പ്രിംഗ് the spring force capital F is proportional to the displacement x of the block from the equilibrium position. പരീക്ഷയ്ക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഹൂക്സ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളൊരു സാഹചര്യം പരിഗണിക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് സേ ഇതൊരു റിജിഡ് വോൾ ആണെന്ന് വിചാരിക്കുക. ഇതൊരു ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു സർഫസാണ്. നമ്മളിവിടേക്ക് ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ ഒരറ്റം നിങ്ങൾക്കറിയാം, ഇതാ ഇവിടെ ഒരു ഭിത്തിയിൽ അല്ലെങ്കിൽ ഒരു സർഫസിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അതർ എൻഡിൽ നമ്മളൊരു മാസ് ഘടിപ്പിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയൊരു മാസ് ഘടിപ്പിച്ചിട്ടുണ്ട് എം. ഈ മാസ് ഇരിക്കുന്ന സർഫസ്, അതായത് നമ്മൾ ഈ കാണുന്ന സർഫസ് ഒരു ഫ്രിക്ഷൻലെസ് സർഫസ് ആണെന്നുള്ള ഒരു ഇമാജിനേഷൻ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ സ്പ്രിങ്ങിന് മേലെ ഈ മാസ് ഘടിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എങ്കിൽ ഈ മാസ് ഇവിടെ ഇങ്ങനെ റെസ്റ്റിലായിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫോഴ്സ് സ്പ്രിങ്ങിന് മേൽ കൊടുക്കാതെ ഈ മാസ് റെസ്റ്റിലിരിക്കുന്ന ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ടെക്നിക്കലി ഇങ്ങനെയൊക്കെ എഴുതാം, എക്സ് ഈക്വൽ ടു 0 അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയ ഒരു പോയിൻ്റ് എന്നൊക്കെ വരയ്ക്കാം. നമ്മുടെ ഗ്രാഫുമായി ഒന്ന് തട്ടിച്ചു നോക്കിയാൽ ഒറിജിൻ്റെ ഒരു പ്രാധാന്യമുള്ള, ഒറിജിൻ എന്ന പോയിൻ്റ് ഉണ്ടല്ലോ, അതുപോലെ പ്രാധാന്യമുള്ള ഒരു പോയിൻ്റാണ് ഇക്വിലിബ്രിയം പൊസിഷൻ അഥവാ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയും. ഇനി നമ്മൾ ഈ മാസിനെ അല്പം എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് വലിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനതൊന്ന് മാർക്ക് ചെയ്യാം. വി ആർ ഗോയിങ് ടു അപ്ലൈ എ ഫോഴ്സ് ഓൺ ദ മാസ്. അപ്ലൈഡ്. നമ്മളൊരു അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തിട്ട് ഈ മാസിനെ അല്പം മുന്നോട്ട് മാറ്റിക്കഴിഞ്ഞാൽ സ്പ്രിങ്ങിനുള്ളിൽ സ്വാഭാവികമായിട്ടും പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകുവാനായിട്ടൊരു ഫോഴ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ദാറ്റ് ഈസ് കോൾഡ് സ്പ്രിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സ് എഫ് എസ് എന്നാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. സ്പ്രിംഗ് ഫോഴ്സ് FS. അതായത് നമ്മൾ ഈ മാസിന് മേൽ ഒരു ഫോഴ്സ് കൊടുത്ത് ഈ മാസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ സ്പ്രിങ് വലിഞ്ഞു പോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സ്പ്രിങ്ങിനുള്ളിൽ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരുവാനായിട്ടൊരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗ് ഫോഴ്സ് അഥവാ FS എന്ന്. അപ്പോൾ ഈ സ്പ്രിംഗ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയും ഡയറക്ഷനെയും പറ്റിയാണ് ഹൂക്സ് ലോ പറയുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഹൂക്സ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്കൊന്ന് തിരികെ പോയാൽ, ദിസ് സ്പ്രിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ കാണുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എത്രത്തോളം ഈ മാസ് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ടോ അതിന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും സ്പ്രിങ്ങിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്പ്രിംഗ് ഫോഴ്സ് എന്നാണ് ഹൂക്സ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാത്തമാറ്റിക്കലി നമുക്ക് ഈ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം, FS ഈസ് ഈക്വൽ ടു -KX. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ ഹൂക്സ് ലോയുടെ ഇക്വേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്വേഷനിലേക്ക് നോക്കിയാൽ K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ്. അതിനെ നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എന്നാണ് വിളിക്കുക. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. K വാല്യൂ വലുതാണെങ്കിൽ സ്പ്രിങ് സ്റ്റിഫായിരിക്കും, അഥവാ വലിയാനോ കംപ്രസ് ചെയ്യാനോ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ കെയുടെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ യു കോൾ ഇറ്റ് ആസ് സോഫ്റ്റ് സ്പ്രിങ്,
വളരെ എളുപ്പത്തിൽ വലിച്ചു നീട്ടുവാനോ കംപ്രസ് ചെയ്യാനോ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്പ്രിങ്. അപ്പോൾ ഒരു സ്പ്രിങ് ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ കെ വാല്യൂ നോക്കിക്കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. ദെൻ എക്സ് മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി വരുന്നതനുസരിച്ച് സ്വാഭാവികമായും സ്പ്രിങ്ങിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സും അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സും കൂടിയാണ് വരിക. ക്ലിയർ? എന്നാൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു മൈനസ് ഉള്ളത്? ഈ മൈനസിന് ഒരു പ്രധാനപ്പെട്ട ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. മാസിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്പ്രിംഗ് ഫോഴ്സ് ഇടതുവശത്തേക്കാണ്. ഇടതെന്നോ വലതെന്നോ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങോട്ടാണോ മാസിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലാണ് സ്പ്രിംഗ് ഫോഴ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. സപ്പോസ് ഈ മാസിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് മാറ്റി സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആവും. അപ്പോൾ എക്സും സ്പ്രിംഗ് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ന് സൂചിപ്പിക്കാനാണ് എന്തുള്ളത് ഈ മൈനസ് സൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൂക്സ് ലോയും അതുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റും ഇക്വേഷനും വളരെ പ്രാധാന്യത്തോടെ പഠിക്കുക. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിങ്. സ്ട്രെച്ച് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വലിച്ചു നീട്ടപ്പെട്ട ഒരു സ്പ്രിങ്ങിനുള്ളിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും എന്നെങ്ങനെ കണ്ടുപിടിക്കും? സാധാരണ പൊട്ടൻഷ്യൽ എനർജികൾ കണ്ടെത്തേണ്ട സാഹചര്യങ്ങളിലൊക്കെ നമുക്കറിയാം നമ്മൾ വർക്കാണ് കണ്ടുപിടിക്കാറുള്ളത്. ആ വർക്ക് ചെയ്യപ്പെട്ട വർക്കാണ് ആ സിസ്റ്റത്തിനുള്ളിൽ എന്തായി സ്റ്റോർ ചെയ്യപ്പെടുക? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുക. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പരിഗണിക്കുന്നത്. നമ്മൾ സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യുന്നതിനായി ചെയ്യപ്പെട്ട വർക്ക് കണ്ടുപിടിക്കുന്നു. ആ വർക്കിന് തുല്യമായ പൊട്ടൻഷ്യൽ എനർജി സ്പ്രിങ്ങിനുള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെടുക്കുന്ന മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു റിജിഡ് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രിങ്ങും അതിൻ്റെ മറ്റെൻഡ് മാർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മറ്റെൻഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന എം മാസുള്ള ഒരു ബ്ലോക്ക്, ഒരു മെറ്റൽ ബ്ലോക്കും. അതിൻ്റെ എക്വിലിബ്രിയം പൊസിഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്വിലിബ്രിയം പൊസിഷൻ, എക്സ് ഈക്വൽ ടു 0. ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഈ പോയിൻ്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. ഈ കാണുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ്. കാരണം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂവും എക്സ് എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളും എക്സ് തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് തന്നെ വന്നത്. ഇപ്പോൾ 0 മുതൽ എക്സ് വരെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഫിഗറാണ് ഈ കാണുന്നത്. ക്ലിയർ? ഇനി നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഉണ്ടാവാൻ ആവശ്യമായ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കും. അതിനുള്ള ടെക്നിക്സൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മൾ ആദ്യം ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സിന് ആവശ്യമായ വർക്ക് കണ്ടുപിടിക്കും. സോ വർക്ക് ഡൺ ഫോർ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ്. ഡി എക്സിന് വേണ്ടിയുള്ള ചെറിയ വർക്ക് എത്രയാണെന്ന് എഴുതുകയാണ്. ടി ഡബ്ല്യു ഈസ് ഈക്വൽ ടു, വർക്കിൻ്റെ ഇക്വേഷനൊക്കെ നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു ഡി എക്സ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ദിശയിലാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഡോട്ട് പ്രോഡക്റ്റ് ഒരു സിമ്പിൾ പ്രോഡക്റ്റായിട്ട് ഇവിടെ മാറിയത്. എന്നാൽ ആ ഫോഴ്സിൻ്റെ ഇക്വേഷനൊക്കെ നമുക്കറിയാം അല്ലേ. സ്പ്രിംഗ് ഫോഴ്സ് ആണ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നാണ്. അപ്പോൾ ആ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ഡി എക്സ് എന്നിങ്ങനെ എഴുതാം. അപ്പോൾ വളരെ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റിന് ആവശ്യമായ വർക്ക് നമ്മൾ കണ്ടെത്തി. ഇനി എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു എക്സ് വരെയുള്ളൊരു വലിയ ഡിസ്പ്ലേസ്മെൻറ്റിന് വേണ്ട ടോട്ടൽ വർക്ക് നമുക്ക് വളരെ ഈസിയായി ഇൻ്റഗ്രേഷൻ മെത്തേഡിലൂടെ കണ്ടെത്താം. അപ്പോൾ എഴുതുന്നു ടോട്ടൽ വർക്ക് ഡൺ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ട ടോട്ടൽ വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു എക്സ് ഡി ഡബ്ല്യു. ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള വർക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ വലിയ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള വർക്ക് കിട്ടും. ആ ലോജിക്കൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു എക്സ് ഡി ഡബ്ല്യു നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, ദാറ്റ് ഈസ് മൈനസ് കെ എക്സ് ഡി എക്സ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മൈനസ് കെ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേഷൻ നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റൻറ്റുകളെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാറില്ല, അതുകൊണ്ട് കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രേഷൻ സിമ്പലിൻ്റെ പുറത്തേക്ക് മാറ്റാം.
സോ റിസൾട്ട് W is equal to minus k into integral 0 to x dx. ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓർത്തിരിക്കണം. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് W is equal to minus k into ഹാഫ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് കിട്ടി വിത്തിൻ ദ ലിമിറ്റ് 0 to x. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇൻ്റഗ്രേഷൻ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, W is equal to minus k ഇൻറ്റു ഹാഫ് ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ റൂള് നമുക്കറിയാം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ അപ്പർ ലിമിറ്റ് ഫസ്റ്റ് കൊടുക്കുന്നു, എക്സ് സ്ക്വയർ അങ്ങനെ വരാൻ കാരണം ഇവിടെയുള്ള എക്സിന് നമ്മുടെ അപ്പർ ലിമിറ്റിൻ്റെ വേരിയബിളും എക്സ് തന്നെയാണ്. രണ്ടിലും ഉപയോഗിക്കുന്ന സിമ്പൽ ഒന്ന് തന്നെ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ എന്ന് വന്നതാണ്. മൈനസ് 0 സ്ക്വയർ. സോ W is equal to മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇത് 0 മുതൽ എക്സ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് വേണ്ടി ചെയ്യപ്പെട്ട വർക്കാണ്. ആസ് പെർ തിയറി ഈ വർക്കാണ്, അല്ലെങ്കിൽ ഈ വർക്കിന് തുല്യമായ അളവിലാണ് സ്ട്രെച്ച് ചെയ്യപ്പെട്ട ആ സ്പ്രിങ്ങിനുള്ളിൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി സ്പ്രിങ്ങിനുള്ളിൽ എത്രയാണെന്ന് ചോദിച്ചാൽ U is equal to ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഇൻസൈഡ് ദ സ്പ്രിങ്. ഐ മീൻ സ്ട്രെച്ച്ഡ് സ്പ്രിങ്, വലിയപ്പെട്ട സ്പ്രിങ്ങിനുള്ളിലുള്ള പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷനാണ് ഈ കാണുന്നത്. U ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ തന്നെയാണ്. പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടൊക്കെ ഉണ്ട്, ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഡെറിവേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേ കാര്യം തന്നെ, അഥവാ പൊട്ടൻഷ്യൽ എനർജി തന്നെ ഗ്രാഫിൽ നിന്നും എങ്ങനെ കണ്ടെത്താം, ഫോഴ്സ് വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇനി പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിങ് ഫ്രം ഗ്രാഫ്. ചിത്രത്തിൽ കാണുന്നത് ഫോഴ്സ് വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ്. അവിടെയുള്ള ഗ്രാഫ് ഇതാ എങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക. നമുക്കറിയാം സ്പ്രിങ്ങിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണെങ്കിൽ സ്പ്രിങ് ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ അത് ഗ്രാഫിൽ എവിഡൻ്റ് ആണ്. നോക്കാം, ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവായപ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ വാല്യൂകളെല്ലാം നെഗറ്റീവായി മാറുന്നത് കാണാം. അതായത് നെഗറ്റീവ് വൈ ഡയറക്ഷനിലേക്ക് വരാം. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് എക്സ് ഡയറക്ഷൻ, ഫോഴ്സ് പോസിറ്റീവ് ആകുന്നത് കാണാം. അപ്പോൾ ആ ഒരു ബന്ധം കാണിക്കത്തക്ക വിധത്തിലാണ് ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. നമുക്ക് തൽക്കാലം ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ഡയറക്ഷനിൽ പോകുന്നതിനെ പറ്റി ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂകൾ പോവുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിൻറ്റിൽ എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഇത്രയുമാണ്, അത് പോസിറ്റീവ് വാല്യൂ ആണ്. എന്നാൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇത്രയുമാണ് സ്പ്രിംഗ് ഫോഴ്സ്, അത് നെഗറ്റീവാണ്. അത് ഗ്രാഫിൽ നിന്ന് വ്യക്തമായി. പരമാവധി ഡിസ്പ്ലേസ്മെൻറ്റും സ്പ്രിങ് പോയി എന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് എക്സ് എം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആണ് നമ്മളിവിടെ കാണുന്നത്. എക്സ് ഈക്വൽ ടു 0 ആണത്. ഇവിടെ എക്സ് ഈക്വൽ ടു എക്സ് എം അഥവാ പരമാവധി ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ പരമാവധി ഡിസ്പ്ലേസ്മെൻറ്റ് വന്നപ്പോഴുള്ള മാക്സിമം സ്പ്രിംഗ് ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് എഫ് എസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എം എന്ന് വിളിക്കാം. ഹൂക്സ് ലോയിൽ നിന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. സാധാരണ ഹൂക്സ് ലോ എഴുതുമ്പോൾ നമ്മൾ എഫ് എസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് മാത്രമേ എഴുതാറുള്ളൂ. ഇവിടെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയപ്പോൾ അത് എക്സിന് പകരം എക്സ് എം ആയി എന്ന് മാത്രം. ഇനി ഫോഴ്സ് വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് വർക്ക് കാണേണ്ടതെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി ഏരിയ അണ്ടർ ദി കർവ്. ഈ ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദി കർവ് എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ. അപ്പോൾ ഈ ഏരിയ അണ്ടർ ദി കർവ് നോക്കുമ്പോൾ മനസ്സിലാക്കാം അതൊരു ട്രയാങ്കുലർ ഷേപ്പിലാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്ക് അറിയാം. സോ നമുക്കൊന്ന് എഴുതി നോക്കാം. വർക്ക് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദി കർവ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. അങ്ങനെ എഴുതാൻ കാരണം
നമ്മുടെ ഏരിയ അണ്ടർ ദി കർവ് ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ്. ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇതാണ് ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് എക്സ് എം ഇൻറ്റു ഇനി ഹൈറ്റ് ഇത്രയും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്രയും, ദാറ്റ് ഈസ് എഫ് എസ് അഥവാ മൈനസ് കെ എക്സ് എം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എം. അപ്പം ഞാൻ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ദിശകളിലാണ് എന്ന സങ്കല്പത്തെ തൽക്കാലത്തേക്കൊന്ന് മറന്നാൽ ദിസ് ഇസ് കെ എക്സ് എം എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഹാഫ് കെ എക്സ് എം സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ ഒരു എക്സ് എം ഉണ്ട്, ഇവിടെ ഒരു എക്സ് എം ഉണ്ട്, എക്സ് എം സ്ക്വയർ ആയിരിക്കുന്നു. ഈ സപ്പോസ് ഞാൻ ആ മൈനസ് സിമ്പിൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് ഇത് വർക്കിൻ്റെ ഇക്വേഷനാണ്. ഈ വർക്ക് തന്നെയാണ് നമ്മുടെ സ്ട്രെച്ചർ സ്പ്രിങ്ങിനുള്ളിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഡെറൈവ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഒന്നുകൂടെ നോക്കിയേക്കാം, ദ സെയിം ഇക്വേഷൻ. അത് ഡിറൈവ് ചെയ്ത് കിട്ടിയത്, ഇത് ഗ്രാഫിൽ നിന്ന് കിട്ടിയത്. ഗ്രാഫ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് ആൻ ഓസിലേറ്റിംഗ് സ്പ്രിംഗ്. ഓക്കെ, ഓഫ് ആൻ ഓസിലേറ്റിംഗ് സ്പ്രിംഗ്. ഓസിലേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മുൻപോട്ടും പുറകോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പ്രിങ്ങിൻ്റെ മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് സ്പ്രിങ് ഉണ്ട്, മാസ് ഉണ്ട്. ഈ മാസ് വെറുതെ ഇരിക്കുകയില്ല, മാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുകയാണ് എബൌട്ട് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷൻ ആധാരമായിട്ട് മുൻപോട്ടും പുറകോട്ടും ചലിച്ചുകൊണ്ടിരിക്കുക. അത് മുൻപോട്ട് പോകാവുന്ന പരമാവധി ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ് എം, പുറകോട്ട് വരാവുന്ന പരമാവധി ഡിസ്പ്ലേസ്മെൻ്റ് ആണ് മൈനസ് എക്സ് എം. അത് മാസിനെ സംബന്ധിച്ച്. സ്പ്രിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ പരമാവധി ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ് എം, സ്പ്രിങ് കംപ്രസ് ചെയ്യുന്ന പരമാവധി ഡിസ്പ്ലേസ്മെൻ്റ് ആണ് മൈനസ് എക്സ് എം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, സ്പ്രിങ്ങിൻ്റെ ടോട്ടൽ എനർജിക്ക് രണ്ട് പാർട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് സ്പ്രിങ് കംപ്രസ് ചെയ്യപ്പെടുന്നുണ്ട്, അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, ഒരു സ്പ്രിങ് ഫോഴ്സ് ഇതിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ വർക്ക് ചെയ്യപ്പെടുന്നുണ്ടാകും, സ്വാഭാവികമായും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. മറ്റൊന്ന്, ഈ സ്പ്രിങ് ചലിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു കൈനറ്റിക് എനർജി പാർട്ടും ഉണ്ടാകും. അപ്പോൾ ഞാൻ ആ സ്പ്രിങ്ങിൻ്റെ ടോട്ടൽ എനർജി ഒന്ന് എഴുതുകയാണ്. ഓക്കെ, ടോട്ടൽ എനർജി ഓഫ് ഓസിലേറ്റിംഗ് സ്പ്രിങ്, ദാറ്റ് ഈസ് ടോട്ടൽ എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പാർട്ട് പ്ലസ് കൈനറ്റിക് എനർജി പാർട്ട്. പൊട്ടൻഷ്യൽ എനർജിക്ക് കാരണം സ്പ്രിങ് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, കൈനറ്റിക് എനർജിക്ക് കാരണം സ്പ്രിങ് മൂവ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ, ദാറ്റ് ഈസ് ഹാഫ് കെ എക്സ് എം സ്ക്വയർ. ഇതാണ് നമ്മുടെ സ്ട്രെച്ച് ചെയ്യപ്പെടുന്ന സ്ട്രിങ്ങിന് സാധ്യമായ പരമാവധി ഡിസ്പ്ലേസ്മെൻറ്റും പരമാവധി എനർജി. അത് ഇൻ ബോത്ത് എൻഡ്, സ്പ്രിങ് സ്ട്രെച്ച് ചെയ്താലും കൊള്ളാം, സ്പ്രിങ് കംപ്രസ് ചെയ്താലും കൊള്ളാം. നമ്മുടെ വിഷയം ഈ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, എക്സ് എം മാത്രമാണ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷനിലുള്ളത്. ഡയറക്ഷൻ നമുക്കൊരു വിഷയം അല്ല. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പാർട്ട്. അത് നമുക്കറിയാം, ഹാഫ് കെ എക്സ് സ്ക്വയർ. അതായിരുന്നു ജനറൽ ഇക്വേഷൻ. പരമാവധി എക്സ്റ്റെൻഡ് ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവും, അപ്പോൾ മാത്രമേ എക്സ് എം എന്ന് എഴുതേണ്ടതുള്ളൂ. അല്ലാത്ത ഏതൊരു ഇൻ്റർമീഡിയറ്റ് പൊസിഷനിലും പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് കൈനറ്റിക് എനർജി പാർട്ട് നമുക്കറിയാം, ഹാഫ് എം വി സ്ക്വയർ. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് ആൻ ഓസിലേറ്റിംഗ് സ്പ്രിങ്. മുൻപോട്ടും പുറകോട്ടും ഓസിലേറ്റ് ചെയ്യുന്ന സ്പ്രിങ്ങിൻ്റെ ടോട്ടൽ എനർജിയുടെ അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷനാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. ഈ സ്പ്രിങ്ങും അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ മാസും ഈ ചലനത്തിൻ്റെ ഏതൊരു പോയിൻറ്റിലും അനുസരിക്കാൻ പോകുന്ന ഒരു ഇക്വേഷനാണിത്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഫിഗർ നോക്കിക്കൊണ്ട് ഈ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി കൺവേർഷൻ ഒന്ന് ഇമാജിൻ ചെയ്യാം. സപ്പോസ്
മാസ് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക, അഥവാ സ്പ്രിങ് വലിഞ്ഞിട്ടുണ്ട്, പരമാവധി ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു, ഇനി മുൻപോട്ട് പോവില്ല. അപ്പോൾ ഒരു മൊമെൻറ്റിൽ ഒരല്പം സമയത്തേക്ക്, അല്പമൊന്നും പറയാനില്ല, വളരെ വളരെ ചെറിയ സമയത്തേക്ക് ഈ മാസ് റെസ്റ്റിലായതിന് ശേഷം വേണം തിരിച്ചുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ. ആ റെസ്റ്റിലാകുന്ന ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഈ മാസിനും അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്പ്രിങ്ങിനും പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. കാരണം അവിടെ വെലോസിറ്റി എന്താവുന്നു? 0 ആവും. അത് ഈ എക്സ് എം എന്ന പോയിൻറ്റിനും -xm എന്ന പോയിൻറ്റിനും ഒരേപോലെ ആപ്ലിക്കബിളാണ്. അപ്പോൾ ഈ സ്പ്രിങ്ങും അതിനോട് അറ്റാച്ച് ചെയ്ത മാസും എക്സ്ട്രീം എൻഡുകളിൽ വെലോസിറ്റി 0 ആയി പോകുന്നതുകൊണ്ട് കൈനറ്റിക് എനർജി എത്രയായി പോകുന്നു? 0 ആവും. എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, ഈ പോയിൻറ്റിലും പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ മാസും സ്പ്രിങ്ങും ഇക്വിലിബ്രിയം പൊസിഷൻ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത്, അതായത് x=0 എന്ന പൊസിഷനിൽ, ആ സമയത്ത് x=0 എന്ന പോയിൻറ്റിൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. കാരണം എക്സിൻ്റെ വാല്യൂ എത്രയായി പോകുന്നു? 0 ആയി പോകുന്നു. പക്ഷേ ആ സമയത്ത് ഈ മാസിനും ഈ സ്പ്രിങ്ങിനും ഒരു വെലോസിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് x=0 എന്ന ഈ പോയിൻറ്റിൽ വരുമ്പോൾ കൈനറ്റിക് എനർജി മാത്രമാണ് സ്പ്രിങ്ങിന് ഉള്ളത്. അങ്ങനെയാണ് എനർജി കൺവേർഷൻ നടക്കുന്നതെന്ന് മനസ്സിലാവുക. എക്സ്ട്രീം എൻഡുകളിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമാണെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിലെത്തുമ്പോൾ സ്പ്രിങ്ങിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് കൈനറ്റിക് എനർജി കൺവേർഷൻ സംഭവിക്കുന്നത്. എന്നാൽ രണ്ടിൻ്റെയും സം എടുത്താൽ അതെപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മാസും ഈ സ്പ്രിങ്ങും ഇക്വിലിബ്രിയം പൊസിഷനിൽ കടന്നു പോകുമ്പോഴുള്ള അവൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് നമുക്ക് വളരെ ചെറിയൊരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ കഴിയും. അതൊന്ന് നോക്കാം. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മൊമെൻറ്റിൽ x=0 എന്ന മൊമെൻറ്റിൽ നമുക്ക് നമ്മുടെ സ്പ്രിങ്ങിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് എഴുതി നോക്കുകയാണ്. അറ്റ് x=0, x 0 ആകുന്ന പോയിൻറ്റിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ½kxm², ദാറ്റ് ഈസ് ഈക്വൽ ടു, ടോട്ടൽ എനർജിക്ക് ഒരു പാർട്ടേ ഉള്ളൂ, ഏത്? കൈനറ്റിക് എനർജി മാത്രം. x=0 ആയതുകൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ദാറ്റ് ഈസ് ½mv². ഈ ഇക്വേഷനിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഹാഫ് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് വേണ്ടത് v² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു kxm² ഡിവൈഡഡ് ബൈ m. v² അല്ല, v ആണ് വേണ്ടത്. v ഈസ് ഈക്വൽ ടു √k/m ഇൻറ്റു xm. അങ്ങനെ എഴുതിയാൽ മതിയാവും. കാരണം നമ്മുടെ ഈ xm² റൂട്ട് എടുക്കുമ്പോൾ അത് xm എന്ന് മാത്രമായി കിട്ടും. സോ ദിസ് ഈസ് ദി വെലോസിറ്റി ഇൻ വിച്ച് ദ മാസ് ഈസ് പാസിംഗ് ത്രൂ ദി ഇക്വിലിബ്രിയം പൊസിഷൻ. x=0 എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിലൂടെ ഇങ്ങനെ മാസ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ കടന്നു പോകുമ്പോഴുള്ള പരമാവധി വെലോസിറ്റിയുടെ ഇക്വേഷനാണ് നമ്മൾ എഴുതി വച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ടത് ഈ ഇക്വേഷനും പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും കൺവേർഷനുമാണ്. അപ്പോൾ അതൊരു ഗ്രാഫ് രൂപത്തിലും കൂടെ നമുക്ക് പഠിച്ചിരിക്കാനുണ്ട്. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഗ്രാഫാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ്. ഓക്കെ, എക്സ്ട്രീം എൻഡുകളിൽ x=xm-ലും x=-xm-ലും ഈ രണ്ട് പോയിൻറ്റുകൾ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആകുന്ന ഒരു ഗ്രാഫാണ് ഈ കാണുന്നത്. അറ്റ് എക്സ്ട്രീം എൻഡ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവും. ആ പൊട്ടൻഷ്യൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും. എന്നാൽ ഇക്വിലിബ്രിയം പൊസിഷനിലെത്തുമ്പോൾ കൈനറ്റിക് എനർജി മാത്രമാണ് മാക്സിമം ആകുന്നത്, അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അപ്പോൾ x=0 മാക്സിമം ആകുന്ന ഗ്രാഫാണ് നമ്മൾ ഈ കാണുന്നത്. ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണെന്നും ഇത് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണെന്നും, രണ്ടിൻ്റെയും കൂടെ സമ്മ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതാണ് കൺസർവേഷൻ എന്ന് പറഞ്ഞത്. കോൺസ്റ്റൻ്റ് ആണെന്നും ഈ ഗ്രാഫിൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ചിലപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കാൻ പറയാം,
അല്ലെങ്കിൽ ഈ ഗ്രാഫ് തന്നിട്ട് ഏത് കൈനറ്റിക് എനർജിയുടേത് ഏത് പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിക്കാം. മാർക്കിങ്സ് ഇല്ലാതെ മാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാഫാണെന്ന് മനസ്സിലാക്കുക. ഗ്രാഫ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏറെക്കുറെ ഇത്ര കാര്യങ്ങൾ മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണെന്നറിയാം, പക്ഷേ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളായതുകൊണ്ടാണ് ചെറിയ വീഡിയോ ആക്കാഞ്ഞത്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായി പഠിക്കുക. കൂടുതൽ ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.